അല്ല ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. കൊടുങ്ങല്ലൂരിനെ പറ്റി ചോദിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. മനുവിന് അറിയുമോ BJP-യുടെ സ്ഥാനാർത്ഥി ആരാണെന്ന്? തൃപ്പൂണിത്തുറ ഇതാരാന്ന് സാറിന് അറിഞ്ഞൂടെ? എനിക്കറിയാം, തനിക്കറിയാമെന്ന് പറ. മുതലാളി, ലോകത്തിന്നവരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. ഇവരുടെ ആരോപണങ്ങളെ കുറിച്ച് മറ്റു കാര്യങ്ങൾ പറഞ്ഞു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളിൽ അവരുടെ അഭിപ്രായം എന്താണ്? ഇവരെപ്പോഴാണ് ഇരു മുന്നണികളായി പ്രവർത്തിച്ചിട്ടുള്ളത്? ഞാൻ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. BJP-യുടെ കാൻഡിഡേറ്റ് ആരാണ് തൃപ്പൂണിത്തുറയിൽ? മനുവിന് അറിയുമോ? അത് ഉത്തരം പറ. എനിക്കറിയില്ല. ഇത്രയും സമയം രണ്ടുപേരും അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ സഖ്യമുണ്ട്, മനുവിന് ഞാൻ സമയം അനുവദിക്കും. അതെന്റെ വാക്ക്. ആരാണ് തൃപ്പൂണിത്തുറയിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ്? ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? ആരാണെന്ന് ആരെയൊക്കെ അറിയില്ലേ തൃപ്പൂണിത്തുറയിൽ? എനിക്കറിയാം. മനുവിന് അറിയുമോ? ഞാനൊരു നഗ്ന സത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ലാട്ടാ. ഇന്നത്തോടെ ഈ കണിക്കൊരു തീരുമാനമാകും. എനിക്കെന്താ അറിഞ്ഞുകൂടാത്തത്? ആരാണ്? മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോ പോവായിരിക്കും. മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. അത് ആരാണെന്ന് ആരെയൊക്കെ അറിയില്ലെങ്കിൽ അറിയണ്ട. ഒരു മാധ്യമ പ്രവർത്തകൻ അറിയില്ലെങ്കിൽ അറിയണ്ട. എനിക്കറിയാം BJP-യുടെ കാൻഡിഡേറ്റ് ആരാണെന്ന് എനിക്കറിയാം. രാഷ്ട്രീയ പോരാട്ടം അല്ല, അത് മനുവിന് അറിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അറിയാമെങ്കിൽ അറിയില്ലെങ്കിൽ പറയണ്ടേ. ആര്യാന്നുള്ളൊരു ജേർണലിസ്റ്റ് BJP-യുടെ പത്രസമ്മേളനം നടത്തി കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ച് NDA കാൻഡിഡേറ്റ് വന്നിട്ട് അറിയില്ലെങ്കിൽ പറയണ്ട. BJP-യുടെ പത്രസമ്മേളനത്തിലല്ല അനൗൺസ്മെന്റ് വന്നത്. BJP-യുടെ കാൻഡിഡേറ്റ് ആരാണ് തൃപ്പൂണിത്തുറയിൽ? അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഞാൻ ചോദിട്ടെ, NDA മുന്നണിക്കിൽ ഉള്ള ഒരാളുടെ ഇത് പ്രഖ്യാപിച്ചു, അതിൽ ആരാണെന്ന് അറിയില്ലെങ്കിൽ പറയണ്ടെന്ന്. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? നിങ്ങൾ ഇത്രയും വസ്തുതാവിരുദ്ധമുള്ള ഏറ്റവും ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കുന്നത് വളരെ വിനയത്തോടു കൂടി മനുവിനോട് ചോദിക്കുകയാണ്. ചോദ്യം ചോദിച്ചു പറ. അത് ഞാൻ ചോദിക്കട്ടെ, 2020 കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സംശയം ഉണ്ടോ? എനിക്കറിയാം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന്. ആ പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് അവിടെ ചെറിയൊരു ക്ലൂ തന്നാ ഞാൻ ഇപ്പൊ പറയാം. തനിക്കൊന്നും നാണമില്ലല്ലോ. ഇല്ല സാർ, ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നിങ്ങളുടെ റിപ്പോർട്ടറോട് വിളിച്ചു ചോദിക്കുന്നു. നിങ്ങളുടെ റിപ്പോർട്ടറോട് വിളിച്ചു നോക്കി. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഞാൻ ചോദിക്കുന്നത് BJP നേതാവായ മനുവിനോടാണ്. ആരാണ് നിങ്ങളുടെ കാൻഡിഡേറ്റ് എന്ന്? ആര്യയുടെ ചോദ്യമൊക്കെ എനിക്ക് മനസ്സിലാവും. ആര്യ, എന്നെ നാണം കെടുത്തരുത്. ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഇവിടത്തെ സെലിബ്രിറ്റികൾ മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ അങ്ങനെ പറഞ്ഞോ? ഇവിടെ രമേശ് പിഷാരടിയിലെ കോൺഗ്രസിൽ നിന്ന് പാലക്കാട് മത്സരിക്കുന്നത് അതൊന്നും അല്ല. അതിപ്പം കടമിരട്ട മുതൽ ഇങ്ങോട്ട് പല രീതിയിൽ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട്. എന്റെ ചോദ്യം, തൃപ്പൂണിത്തുറയിൽ BJP-യുടെ NDA-യുടെ കാൻഡിഡേറ്റ് ആരാണ്? ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല. ആര്യ, ഹലോ. എനിക്ക് കേൾക്കാം മനു. അവര് പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. ഞാൻ പറയാം. വെറുതെ ചിരിപ്പിക്കരുത്. മനു കേൾക്കാമോ? ഇല്ലില്ല, കേൾക്കുന്നില്ല. എന്തായാലും കൃത്യസമയത്ത് മനുവിന് കേൾക്കാതെ ആയിരിക്കുന്നു. മനു കേൾക്കാമോ? ഹലോ ഗോപാലകൃഷ്ണ, കേൾക്കാമോ? മനു, എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ശ്രീ മനു പ്രസാദ്, നേരത്തെ കോൾ കട്ടായി എന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവുണ്ടോ? ആരാണ് നിങ്ങളുടെ കാൻഡിഡേറ്റ് എന്ന്? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യം നമുക്ക് വേറെല്ലാം പറയാം. കറക്റ്റ് അല്ല, അത് ഇവിടുന്ന് കട്ടായതാണ്. ഞാൻ അതിന് മറുപടി പറഞ്ഞുകൊണ്ടേ ഇരുന്നതാണ്. ഞാൻ 2-3 തവണ നിങ്ങളുടെ ആളുകളോട് സംസാരിച്ചതാണ്. ശശിയെ എന്നാണ് ഈ പറയുന്നത്? BJP പ്രതിനിധിയായി വന്നു നിൽക്കുന്ന യുവമോർച്ചയുടെ നേതാവായ താങ്കൾക്ക് പോലും തൃപ്പൂണിത്തുറയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയില്ല. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. കഷ്ടം. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഞങ്ങൾ ഇത്തവണ ജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത്. അത് ജയിക്കില്ല നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുക?
തൃപ്പൂണിത്തറയിലെ BJP-യുടെ NDA-യുടെ സ്ഥാനാർത്ഥി NDA മുന്നണി എന്നതിൽ മത്സരിക്കുന്നു. ഞങ്ങൾ അവിടെ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള രീതികൾ മുന്നോട്ട് പോകുന്നു. ഈ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കൊന്നേ ഞങ്ങളുടെ പെർഫോമൻസ്. അത്രയും വേണം കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഞാൻ തൃപ്പൂണിത്തുറ വിട്ടു മനു. കൊടുങ്ങല്ലൂരിൽ ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി? പിന്നെ അടുത്ത പറയും. കൊടുങ്ങല്ലൂരിൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? NDA-യുടെ സ്ഥാനാർത്ഥിയാണ്, 2020 സ്ഥാനാർത്ഥിയാണ്. ആരാണത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ഞാൻ വളരെ ഗൗരവമുള്ള 1-2 രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് പറയുന്നത്. അല്ലാതെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കൊക്കെ മറുപടി പറയുക ബാലിശമായി പോകും. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. എന്റെ എല്ലാ മാനവും പോയി. എന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഇനി നിങ്ങളുടെ തൃപ്പൂണിത്തറയിലെയും കൊടുങ്ങല്ലൂരിലെ സ്ഥാനാർത്ഥിയുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അത് പറയാൻ കിട്ടുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സ്വന്തം സ്ഥാനാർത്ഥിയുടെ പേര് പറയാതെ അത് ഞങ്ങൾ പറയില്ല എന്ന് മസിൽ പിടിക്കുന്നത് അത്ര നല്ല കാര്യമാണെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ BJP-യുടെ A ക്ലാസ് മണ്ഡലങ്ങളെന്ന് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത് നടന്ന മണ്ഡലങ്ങളിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥികളായിട്ട് നിർത്താൻ ആളില്ലാത്തത് കൊണ്ടല്ലോ നിങ്ങൾ ചക്കയും ചുമന്ന് നടക്കുന്നത്. അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. അത് കൃത്യമായിട്ട് CPM-ന് വേണ്ടിയിട്ട് വോട്ട് മറിക്കാൻ മുതലാളിക്ക് സീറ്റ് വിറ്റതാണെന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ ആരോപണമാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജനങ്ങൾ വിലയിരുത്തട്ടെ. മുതലും പലിശ ചേർത്ത് കിട്ടി. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഇനി ഇതൊക്കെ ആവശ്യപ്പെടുന്ന ജിൻഡോ ജോണിന് ആവശ്യപ്പെടാനുണ്ടോ? ഇന്ത്യ മുന്നണിയിൽ നിന്ന് CPM എന്ന് പറയുന്ന പാർട്ടിയെ പുറത്താക്കണം, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാക്കാൻ പാടില്ല എന്നൊരു അഭിപ്രായം ജിൻഡോ ജോണിനും കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഒക്കെ ഉണ്ടോ? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഞങ്ങൾ എന്തിന് ഡീലുണ്ടാക്കണം? CPM-ആയിട്ടും അതുപോലെ തന്നെ കോൺഗ്രസുമായിട്ടും പരസ്യമായി ഇന്ത്യ സഖ്യമായി കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവർ. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. ജമാഅത്ത് ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും PDP-യും പോലുള്ള ഭീകരവാദ സഖ്യകക്ഷികളോട് ചേർന്ന് ഈ നാടിനെ തകർക്കാൻ ഒരുമിച്ച് നിൽക്കുന്നവർ. ഇവരോട് ഞങ്ങൾ എന്തിന്റെ സഖ്യം ഉണ്ടാക്കണം? എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇനി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യമെമ്പാടും നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് നയിക്കാൻ കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ധാരണയുടെ പേര് മാത്രമാണ് ഇന്ത്യ മുന്നണി. ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. കേരളത്തിൽ ഇന്ത്യ മുന്നണിയിൽ CPM-ഉം കോൺഗ്രസും ഒന്നിച്ചല്ല നിൽക്കുന്നത്. CPM-ഉം കോൺഗ്രസും സെപ്പറേറ്റ് ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അപ്പൊ എല്ലാത്തിനും ഇന്ത്യ മുന്നണിയിൽ കെട്ടണ്ട. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? എടാ, നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണേ എനിക്ക് പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്.